KA57F5210 എന്ന് പറയുന്ന കർണാടക രജിസ്ട്രേഷൻ വണ്ടിയിൽ പൊല്യൂഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത് ഇതുവരെ എടുക്കാതെ നിരത്തിലോടിക്കൊണ്ടിരിക്കുന്ന വാഹനമാണത്. ഈ കർണാടക രജിസ്ട്രേഷനിൽ ഈ പൊല്യൂഷൻ ടെസ്റ്റ് ഇല്ലാണ്ടാവുമ്പോൾ ഉള്ള പ്രശ്നങ്ങൾ, രണ്ട് പ്രശ്നങ്ങളുണ്ട്. ഒന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊല്യൂഷൻ ടെസ്റ്റ് ഇല്ലാണ്ടാവുമ്പോൾ ഇതിൻ്റെ മൈലേജ് കുറയും, അതേപോലെ തന്നെ ഇന്ധനം കൂടുതലായിട്ട് അടിക്കേണ്ടതായിട്ട് വരും. അതേപോലെയുള്ള പ്രശ്നമാണ് വണ്ടി ആക്സിഡൻ്റ് ആവുമോ കാര്യങ്ങളോ ചെയ്യുകയാണെങ്കിൽ ഇൻഷുറൻസിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രശ്നങ്ങളാണ് മറ്റൊന്ന് വരുന്നത്. അതേപോലെ തന്നെ ഇപ്പുറത്തേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഇൻഷുറൻസ് എന്ന് പറയുന്നത് വാലിഡിറ്റി തീർന്നിട്ട്, ഇത് കർണാടകയല്ല KSRTC ആണ് കേട്ടോ. അപ്പോൾ ഇൻഷുറൻസിൻ്റെ കാര്യത്തിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഇൻഷുറൻസ് പ്രോപ്പർ ടൈമിൽ അടയ്ക്കാതെ, ഇൻഷുറൻസ് ഇല്ലാതെ ഇപ്പം നിരത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന KSRTC വാഹനമാണ്. ഇതുപോലത്തുള്ള വാഹനങ്ങൾ ഇൻഷുറൻസ് ഇല്ലാതെ അങ്ങനെ ആക്സിഡൻ്റ് ആവുകയാണെന്നുണ്ടെങ്കിലുള്ള അവസ്ഥ ആലോചിച്ച് നോക്കൂ. നമ്മളുടെ ടാക്സിയിൽ നിന്ന് പ്രോപ്പറായിട്ടുള്ള വാല്യൂഡ് അല്ലാതെ ഗുരുതരമായിട്ടുള്ള നമ്മളുടെ നഷ്ടം വരുന്ന രീതിയിലാണ് ഈ പറയുന്ന KSRTC മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജനങ്ങളൊരു കാര്യം ഉപകാരം ചെയ്യുക. നിങ്ങൾ വീഡിയോയിൽ പകർത്തു. നിയമം KSRTCക്കും പ്രൈവറ്റ് ബസ്സുകാർക്കും ഒന്നും വേറെ പറയില്ല.